നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ പറയുന്നത് ഒരു ബാധാദോഷത്തിനെ കുറിച്ച് തന്നെയാണ്. അതെല്ലാവരും ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അധികമായി പറയാറുണ്ട്. അതിനോടൊപ്പം ബാധകൾ ശരീരത്തിൽ നമുക്കിപ്പോൾ ഏത് കാലഘട്ടമായാലും ശരി തന്നെ ഈ മനുഷ്യനുള്ളിടത്തോളം കാലം ഈ ബാധകൾ, അതായത് നെഗറ്റീവുകൾ, ആത്മാക്കൾ നമുക്ക് ചുറ്റിനുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചിലത് നമ്മുടെ ശരീരത്തിലേക്ക് കയറാറുണ്ട്. അങ്ങനെ കയറിയാൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഈ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. ഓഫീസിൽ പല ഇതേ കണക്ക് കാര്യങ്ങൾ അറിയാൻ വരുന്നവർ ചോദിക്കാറുണ്ട്, മെസ്സേജായിട്ട് ചോദിക്കാറുണ്ട്. അതായത് ബാധാദോഷം, ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ പറയാറുണ്ട്. ബാധാദോഷം എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന ആ ഒരു ചേഷ്ടകൾ ഒരു വ്യക്തി കാണിക്കുകയാണെങ്കിൽ അതെല്ലാം ബാധാദോഷമല്ല. അതിൽ ചിലപ്പോൾ മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. അതിനുള്ളൊരു മറുപടിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഞാനിത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടെങ്കിലും ഞാനിത് അവതരിപ്പിക്കാൻ ഒരു കാരണം, ഈ ഇടയ്ക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരിടത്ത് ഞാനൊരു വിദേശത്തിരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ബാധാദോഷം അവിടെ നിന്നും കിട്ടി. അത് നേരത്തെ ഉണ്ടായിരുന്നു, നാട്ടിൽ വെച്ച് ചെറിയ രീതിയിലുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോഴത്തേക്ക് അത് കൂടിയതാണ്. അതിനിവിടെ വെച്ച് ഞാൻ കൊണ്ടുവന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചു. അത് ഒഴിയുകയും ചെയ്തു. പക്ഷേ എന്താണ് പറയുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു സംഭവം അവിടെ അരങ്ങേറി എന്നുള്ളതാണ്. അതായത് ഈ പെൺകുട്ടിയുടെ ഒരു ബന്ധു എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ അത്രയും സ്നേഹമുള്ളതാണ് അവർക്ക്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ദോഷമൊക്കെ വന്നപ്പം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അത് പ്രശ്നങ്ങളാകുന്നു അല്ലെങ്കിൽ ആകുമെന്നൊരു തോന്നൽ വന്നപ്പോഴത്തേക്ക് ഈ സ്ത്രീക്ക് ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടായി. കാര്യം അവര് സ്വന്തം മകളെക്കാളേറെ സ്നേഹിച്ചിരുന്നതാണ് ഈ പെൺകുട്ടി. അപ്പോൾ പെൺകുട്ടിയുടെ ജീവിതം തകരുന്നു. അതുപോലെ പെൺകുട്ടിയുടെ ഒരു രീതികളൊക്കെ അങ്ങനെയാണ്. അങ്ങനെ വന്നപ്പോൾ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് ഡിപ്രഷനായിപ്പോയി. അങ്ങനെ ആ ഒരു സമയത്തിലാണ് ഞാൻ അവിടെ ഇത് ഒഴിപ്പിക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ചെന്നു, ഈ പെൺകുട്ടിയിൽ നിന്നും അതിന് സ്മൂത്തായിട്ട് സംഭവങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു. പക്ഷേ പെട്ടെന്ന് ഈ സ്ത്രീ ഈ പ്രേതം വന്ന് കാര്യങ്ങൾ കാണിക്കും പോലെയൊക്കെ പറയും പോലെയൊക്കെ അങ്ങ് തുടങ്ങി. അനുഗ്രഹവും കാര്യങ്ങളും ഒക്കെ ആയി കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അതിനിടയ്ക്ക് ചില ഇംഗ്ലീഷ് വാക്കുകൾ വരുന്നു. നമ്മുടെ കേരളത്തിലെ വിദേശത്തു നിന്ന് വന്നെങ്കിൽ തന്നെയും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുടക്കം ആദ്യം ഉണ്ടായിരുന്നത് നമ്മൾ ഈ പെൺകുട്ടിയുടെ വീട്ടിൻ്റെ അടുത്തൊന്നും കിട്ടിയത് തന്നെയാണ്. അപ്പം അതിങ്ങനെ സംസാരിക്കുന്നു. പല കേട്ടാൽ തന്നെ നമുക്ക് നല്ല അവർ സീരിയസ് ആയിട്ടാണ് സംസാരിച്ചെങ്കിലും ഒരുപാട് നമുക്ക് കോമഡി നമുക്ക് തോന്നി. പിന്നെ ഈ പറഞ്ഞ അവർ കാണിക്കുന്ന ചേഷ്ടകൾ കാര്യങ്ങൾ ഒരു എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ ഇരുന്നിട്ടാണ് അവർ ഈ ചേഷ്ടകൾ ഇങ്ങനെ കാണിക്കുക. അവരുടെ വസ്ത്രങ്ങൾ മാറുമ്പോൾ പെട്ടെന്ന് അവർ തന്നെ പിടിച്ച് നേരെയാക്കി ഇടുന്നുണ്ട്. ശരിക്കും പ്രേതബാധ പിടിച്ചെടുത്ത് അങ്ങനെയൊന്നും ചെയ്യാറില്ല. അവർക്കൊന്നും അറിയില്ല. അവരിങ്ങനെ ഈ നിയന്ത്രണം വിട്ട് പെരുമാറുന്നത് മാത്രമേ ഉള്ളൂ. വസ്ത്രങ്ങൾ പോയാൽ പോലും ഊരിപ്പോയാൽ പോലും അവരറിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സ്ത്രീ അങ്ങനെയല്ല. വസ്ത്രങ്ങൾ കാലും കൈ അങ്ങോട്ടടിക്കുമ്പോൾ വസ്ത്രങ്ങൾ മാറുമ്പോൾ അതിനെ പിടിച്ച് നേരെ ഇടുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. എന്നാൽ ഇത് ആണ് എന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകനെയും മകളെയും ഭർത്താവിനെ പോലും തിരിച്ചറിയുന്നില്ല. ഭർത്താവിനെ ചീത്ത വിളിക്കുന്നു, ഞങ്ങളെയൊക്കെ ചീത്ത വിളിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലേക്ക് എത്തി. അപ്പം അതൊന്നും ഒരിക്കലും ഒരു ബാധാദോഷമല്ല. അവരെന്നോട് ചോദിച്ചു, വീട്ടുകാർ ഇതെന്താണ്? ഞാൻ ഇതൊരു മാനസികമായിട്ടൊന്നൊരു വിഷയം തന്നെയാണ്. അപ്പോൾ വീട്ടുകാരും പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരിങ്ങനെ ഈ മകളുടെ കാര്യത്തിൽ വെച്ചിട്ട് വളരെ ഡിപ്രഷൻ ആകാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ്. അത് ഇപ്പം അതിനുശേഷം ഇപ്പോൾ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4-5 മാസമായി. ഇപ്പോഴവർക്ക് വേറെ യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല പോകുന്നു. അപ്പം അങ്ങനെ വരുന്ന ചില കേസുകൾ, പ്രത്യേകിച്ചും ഈ പൂജാക്കളത്തിൽ ഇങ്ങനെ ഒരു ബാധ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ള ചില മാനസിക പ്രശ്നങ്ങൾ വരാറുണ്ട്. അതൊന്നും നമുക്ക് ഒരിക്കലും ഒരു ബാധാദോഷമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെ ഉള്ളവർ, അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിച്ചിട്ട് എന്തെങ്കിലും ഡോക്ടർ ചികിത്സ നിർദ്ദേശിക്കാൻ അത് കൊടുക്കുക. കാര്യം ഇവർക്ക് അങ്ങനെ ഒരു നെഗറ്റീവിൻ്റെ പ്രസൻസ് ഒന്നും അവരുടെ ശരീരത്തിലില്ല. ഇത് അവർക്ക് വരുന്ന മാനസികമായിട്ട് വരുന്ന ഒരു വിഷയം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. അപ്പോൾ പലരുടെയും ചോദ്യം എന്ന് വെച്ചാൽ ഈ വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ എല്ലാ ലക്ഷണങ്ങളും അത് ശരിക്കും ബാധകളായിരിക്കില്ല. മാനസിക പ്രശ്നം വരുന്നവർക്കും ഇങ്ങനെ കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഉദാഹരണം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത്.
ശരിക്കും അവരെ കണ്ടാൽ അവർ ഈ ബാധകൾ ഒരു പ്രേതം കൂടിയ ഒരു ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണോ കാണിക്കുന്നത്, എന്തൊക്കെയാണോ പറയുന്നത്, അതൊക്കെ തന്നെയാണ് അവരും പറയുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു 2 മിനിറ്റിൽ എനിക്കും ഒരു സംശയം തോന്നി, ഇത് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ട്. അങ്ങനെ ചില കാര്യങ്ങൾ പരീക്ഷണത്തിൽ കൂടി നോക്കിയപ്പോൾ അത് പ്രേതമൊന്നുമല്ല, അത് അവർ ശരിക്കും മാനസിക നില തെറ്റി നിയന്ത്രണം വിട്ടുപോയി അവരുടെ മകളോടുള്ള അമിതമായിട്ടുള്ള ഒരു ആത്മാർത്ഥം കൊണ്ട് കാണിച്ചു പോയതാണ്. അത് ഇത്രയും നാൾ അവർ മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന, അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ട് കാണിച്ചു കൊണ്ടുവരുന്ന ആ ഒരു ഡിപ്രഷൻ പൂർണ്ണമായിട്ട്. പക്ഷെ ഇപ്പൊ ഇത്ര നാളുടെ അതിനുശേഷം അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, അത് നമുക്ക് പ്രധാനം ദേഷ്യം, അകാരണമായി ദേഷ്യം വരിക, കരയുക. അത് നമ്മൾ ഈ 2 വാക്ക് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട. നമ്മൾ ആളിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കണം. എന്തു പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ചിരിച്ച്, ദേഷ്യപ്പെട്ടാൽ പോലും അങ്ങോട്ട് മാറി നിന്ന് ഒന്ന് ദുഃഖിച്ച് ഒന്ന് മുഖം താഴ്ത്തി നിന്നിട്ട് എല്ലാം മറന്നിട്ട് പോകുന്ന ആയിരുന്ന ഒരാള് പെട്ടെന്ന് ദേഷ്യം വരിക, കാരണമില്ലാതെ. നമ്മൾ സ്നേഹരൂപേണ എന്ത് പറഞ്ഞാലും, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമുള്ള കാര്യത്തിന് വഴക്ക് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യപ്പെടുക, അതും ഭർത്താവിനോട്, സ്വന്തം കുട്ടികളോട്. അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഭർത്താവിനോടും സ്വന്തം കുട്ടികളോടും ഉപരി ഭർത്താവിനോട് ലോകത്തിലെ ഏറ്റവും വലിയൊരു ശത്രുവിനെ പോലെ പെരുമാറുന്നു. നല്ല സ്നേഹത്തിലായിരുന്നു, പക്ഷെ ചില സന്ദർഭങ്ങളിൽ അതിങ്ങനെ ഭർത്താവിനോട് ഏറ്റവും വലിയ ശത്രുവായി ഇടപെടുന്നു. അതിനേക്കാൾ ഉപരി ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നെഗറ്റീവുകൾ വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. നന്നായി ഉപദ്രവിക്കും, ഭർത്താവിൽ ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ ചുമത്തും, ഇല്ലാത്ത നട്ടാൽ കുറുക്കാത്ത നുണകൾ പറഞ്ഞ് ഭർത്താവിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ ഇതുപോലെ ആക്ഷേപിക്കാനോ മറ്റുള്ളവരുടെ മുന്നിൽ ഭർത്താവിനെ ഒരു തരം താഴ്ത്തി കെട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാം. സ്വന്തം കുട്ടികളെ ഏറ്റവും ആത്മാർത്ഥമായി ലാളിച്ചിരുന്ന ഒരമ്മ പെട്ടെന്ന് കുട്ടികളെ ഉപദ്രവിക്കുക, അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുക, അവരെ പഠിക്കാൻ സമ്മതിക്കാതിരിക്കുക. അതൊരു വശം. മറുവശം എന്ന് പറഞ്ഞാൽ സ്വന്തം കുട്ടികളെ വളരെ ഭയത്തോടുകൂടി സൂക്ഷിക്കുക, മറ്റുള്ളവരെ എടുക്കാനോ അവരെന്ന് ചോദിക്കുമ്പോൾ വളരെ ഭയപ്പെട്ട് കുട്ടികളെ പിടിച്ചു മാറ്റുക. ഇതെല്ലാം ഒരു ആത്മാവ് ശരീരത്തിലേക്ക് വന്നാൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ്. പക്ഷെ ഇത് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരും ഇതുപോലുള്ള വിഷയങ്ങൾ, ചേഷ്ടകൾ കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കുക. ഇങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഡോക്ടറെ കാണിക്കുക. സത്യസന്ധമായിട്ട് മിക്ക ഡോക്ടർമാരും പറയും ഇത് രോഗമല്ല, അവർക്ക് പരിശോധിക്കാൻ മനസ്സിലായി രോഗമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഒരു ബാധാദോഷമാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളോടും സ്വന്തം ഭർത്താവിനോടും ഈ ശത്രുവിനെ പോലെ പെരുമാറിക്കഴിഞ്ഞാൽ പിന്നീട് കാണിക്കുന്നത് വിവാഹബന്ധം വേർപ്പെടുത്തിക്കളയുവാനുള്ള ഒരു ശ്രമം. അതായത് പിന്നെ അവർക്ക് വിവാഹ ജീവിതത്തിനോട് താല്പര്യമില്ല. ഭർത്താവ് എന്ന് പറഞ്ഞ ഒരു ശത്രുവാണ്, കുട്ടികളെന്ന് പറയുന്ന ഒരു ശല്യമാണ്. പിന്നെ അവരുടെ ലോകമെന്ന് പറയുന്നത് ഈ ഭൂമിയിലൊന്നും ആയിരിക്കില്ല. അവർക്ക് വിവാഹ ബന്ധം വേർപെടണം. അത് വേർപെടുത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യാ പ്രവണത കാണിക്കുക, അതിനുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പം നമ്മൾ വിചാരിക്കും വെറുതെ ശ്രമിക്കുക മാത്രമാണോ എന്ന് ചിന്തിക്കാം. ഒരിക്കലുമല്ല. അങ്ങനെ ചെയ്തു കളയും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ എനിക്ക് നേരിട്ടറിയാം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, അതിൽ രക്ഷപ്പെട്ടതുകൊണ്ട്, എന്നാൽ അതോടുകൂടി മരിച്ചു പോയിട്ടുള്ള കേസുകളുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണമെന്നുള്ളത് അത് എടുത്തെടുത്ത് ഞാൻ പറയുന്ന കാര്യമാണ്. ഈ ചേഷ്ടകൾ കാണിക്കുന്നതെല്ലാം ബാധാദോഷമാണെന്ന് ഞാൻ പറയുന്നില്ല. അത് മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം. കാരണം ചിലപ്പോൾ ഭർത്താക്കന്മാരുടെ വഴിവിട്ടുള്ള പോക്ക്, ഇന്നത്തെ കാലത്ത് അത് ഒരുപാടുണ്ട്. അവര് സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങൾ, ഇതൊക്കെ മാനസിക പ്രശ്നങ്ങളാണ്. അത് ബന്ധുക്കളെല്ലാവരും കൂടി ചേർന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഭർത്താവിനെ കൂടി നന്നാക്കി കൊടുത്താൽ, എല്ലാ ഭർത്താക്കന്മാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, കൊടുത്താൽ അതങ്ങനെ തീരാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഭർത്താവ് നന്നായി പെരുമാറിയാൽ പോലും അദ്ദേഹത്തിനെ സംശയിക്കുക, അദ്ദേഹത്തിന് കുറ്റം പറയുക, അദ്ദേഹത്തിന് ശത്രുവായി കാണുക, അദ്ദേഹത്തിന് ശാരീരികമായി ഉപദ്രവിക്കുക, ഇതെല്ലാം ഒരു നെഗറ്റീവിൻ്റെ സാന്നിധ്യം കൊണ്ടും കൂടി വരാം. അത് മാത്രമാണെന്നല്ല പറയുന്നത്, അങ്ങനെയും വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളതൊരു ബാധാദോഷമാണ് അല്ലെങ്കിൽ ഒരു ആത്മാവിൻ്റെ ദോഷമാണ് എന്നുണ്ടെങ്കിൽ
മരുന്ന് കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മളതിനെ നമ്മളത് ഒന്ന് വ്യക്തമാക്കുക. രോഗമാണോ ദോഷമാണോ ഒന്ന് വ്യക്തമാക്കിയിട്ട്, രോഗമാണെങ്കിൽ കൃത്യമായിട്ടുള്ള ചികിത്സയും, ദോഷമാണെങ്കിൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കുന്ന വിധത്തിലുള്ള കർമ്മങ്ങളുമാണ് ചെയ്യേണ്ടത്. അപ്പം ഈ സാത്വികമായ കർമ്മങ്ങളെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഉടനെ തന്നെ അടുത്തൊരു എപ്പിസോഡ് ഞാൻ ചെയ്യാം. കാരണം അതും ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, എന്താണ് ഈ സാത്വികമായിട്ടും മറ്റുള്ള വിധത്തിലും എന്നുള്ളത്. സാത്വികമായിട്ടെന്ന് പറഞ്ഞാൽ ഈ വരുന്ന ആത്മാവിനെ ഉപദ്രവിക്കാതെ ഒഴിപ്പിച്ച് കളയുന്ന ഒരു രീതി. മറ്റൊരു രീതിയുണ്ട്, അതിനെ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ട് പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അങ്ങനെ ചെയ്താൽ ഒരു മനുഷ്യനെ, ഒരു പകയുള്ളൊരു മനുഷ്യനെ അവൻ്റെ എല്ലാം നശിപ്പിച്ചിട്ട് പിടിച്ചു കെട്ടി കൊണ്ടുപോയാൽ അവൻ പകയോടുകൂടി കാത്തിരിക്കും. എന്നായാലും അത് തിരിച്ച് വരും. അതിനൊന്ന് കെട്ടുപൊട്ടിയാൽ പൂർവാധികം ശക്തിയായി തിരിച്ചു വരും. പക്ഷേ അങ്ങനെ ഒരു മോശമായ അവസ്ഥയിൽ കൂടി പോയിക്കൊണ്ടുവന്ന ഒരു മനുഷ്യനെ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവനൊരു നല്ല മനുഷ്യനാക്കി എടുത്താൽ പിന്നീട് ഒരിക്കലും ആർക്കും ഒരു ഉപദ്രവകാരിയായി മാറില്ല. ഈ വ്യത്യാസം തന്നെയാണ് സാത്വികമായിട്ട് ചെയ്യുന്നതും അധർമ്മം അല്ലെങ്കിൽ അതിനെ ഉപദ്രവിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു രീതി വഴി. അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും സാത്വികമായ രീതിയിൽ മാത്രമേ നമ്മളത് ഉപയോഗിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതൊരുപാട് അപകടങ്ങൾ ഉണ്ടാക്കും. അതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം. പിന്നെ ഈ ശരീരത്തിൽ ബാധകൾ കയറിക്കഴിഞ്ഞാൽ കാണിക്കുന്ന മറ്റൊരു, നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്നതും കണ്ടു നിൽക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിനെ മുറിപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തെങ്കിലും മുറിച്ചുള്ള വസ്തുക്കൾ വെച്ചിട്ട് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് എടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഞാനത് ഒരുപാട് കേസെടുത്ത് ഞാൻ കൈകാര്യം കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് കാണാൻ പോലും പറ്റാത്തൊരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള കേസുകെട്ടുകൾ ഞാൻ പോകാറുണ്ട്, പക്ഷെ അത് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മുറിച്ച് കളയല്ല, ഇങ്ങനെ ബ്ലേഡ് അതേ പിച്ചാത്തി എന്തെങ്കിലും ഇങ്ങനെ മുറിച്ച് ഓരോ ഭാഗങ്ങളും ചെവിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള കേസുകെട്ട് വരെ എനിക്ക് അറിയാവുന്നതാണ്. അപ്പം ആ ഒരു ലക്ഷണങ്ങൾ. പക്ഷേ എൻ്റെ ഒരു ചെറുപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചെവിയൊക്കെ കട്ട് ചെയ്ത് മൂക്കിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അയാൾക്കൊരു മാനസിക രോഗമായിരുന്നു. അപ്പോൾ ഈ ലക്ഷണം, അതായത് സ്വന്തം ശരീരത്തിനെ മുറപ്പെടുത്തുന്ന അവസ്ഥയും നമുക്ക് ഇതുപോലെ ഈ ബാധാദോഷങ്ങൾ കൊണ്ടും മാനസിക രോഗം കൊണ്ടും വരാറുണ്ട്. അപ്പോൾ മാനസിക രോഗമായിട്ടും ബാധയായിട്ടും വരുന്ന ഒരേ ലക്ഷണങ്ങൾ തന്നെയാണ്. അത് എന്ത് ആണെന്ന് വെച്ചാൽ, നമ്മുടെ വിവാഹം കഴിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഭർത്താവിനെയും കുട്ടികളെ ഉപദ്രവിക്കുക, വെറുക്കുക, വിവാഹ ബന്ധം ഏർപ്പെടുത്താൻ ശ്രമിക്കുക, അതുപോലെ തന്നെ ആത്മഹത്യാ ടെൻഡൻസി കാണിക്കുക, പെട്ടെന്ന് സ്വഭാവം മാറുക, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോൾ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് തിരിച്ചു വരിക, സ്വന്തം ശരീരത്തിനെ കീറിമുറിക്കുക, നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു വ്യക്തിയായി. കാര്യം ഇപ്പോൾ ഒരു 25 അല്ലെങ്കിൽ ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തിയാണെന്ന് ചിന്തിക്കുക. ഇത്രയും നാളും കണ്ടൊരു വ്യക്തി ആയിരിക്കില്ല പിന്നീട് അവരുടെ സ്വഭാവം പാടെ മാറി നമുക്കാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പെരുമാറ്റ രീതിയാണെങ്കിൽ ചിന്തിക്കുക. ഏതോ ഒരു ആത്മാവിൻ്റെ ശല്യം അല്ലെങ്കിൽ ഒരു ബാധ ആ ആത്മാവ് അവരുടെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു. ആ ആത്മാവാണ് ഇപ്പോൾ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നും മനസ്സിലാക്കാം. ഇപ്പോഴും ഞാൻ പറയുന്നു, അത് നമ്മൾ ബോധ്യപ്പെടണം. അത് രോഗമാണോ ദോഷമാണോ എന്നുള്ള അതിന് ആദ്യ ഒരു പ്രചോദനം കൊടുക്കേണ്ടത് രോഗത്തിന് തന്നെയാണ്. നല്ല ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കുക. ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു തരും നിങ്ങൾക്ക്, ഇത് രോഗമല്ല, ദോഷമാണ്, നിങ്ങളുടെ ആചാരപ്രകാരം അത് കൊണ്ടുപോയി പരിശോധിക്കൂ അല്ലെങ്കിൽ പരിഹരിക്കൂ. അങ്ങനെ ഒരുപാട് ഡോക്ടർമാർ എൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന ചില രോഗാവസ്ഥയിൽ വന്നിട്ടുള്ള വ്യക്തികൾ, ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. വ്യക്തികൾ വന്നാൽ പോലും ഞാൻ അത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് എനിക്ക് പരിചയമുള്ള ഡോക്ടർമാരുടെ നമ്പർ കൊടുത്ത് വിട്ടിട്ടുണ്ട്. പിന്നീട് വിളിക്കുമ്പോൾ മിക്ക ആൾക്കാരും അവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ കുറഞ്ഞ പക്ഷം ആൾക്കാരെങ്കിലും അവിടെ എത്താറില്ല. കാരണം അവർ എന്നെ ഇപ്പം ഞാൻ അത് ആ ബാധദോഷമാണെന്ന് പറഞ്ഞതിനുള്ള പൂജയോ കാര്യങ്ങളോ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ എന്നെപ്പോലെ മറ്റൊരു വ്യക്തികളുടെ അടുത്ത് അവർ പോകും. ഒരിക്കലും അവർ ഡോക്ടറെ അടുത്ത് പോകാറുമില്ല. അപ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മുടെ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് കുറച്ചുകൂടി നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ കാലങ്ങൾ മാറുന്നതനുസരിച്ചെന്ന് പറഞ്ഞാൽ, പ്രേതങ്ങൾ ഒരു കാലത്തും മനുഷ്യ ജീവിതത്തിലേക്ക് വരാതിരിക്കില്ല. മനുഷ്യനുള്ളിടത്തോളം കാലം ഇതുപോലുള്ള നെഗറ്റീവുകളും ഉണ്ടായിരിക്കും. സ്പിരിറ്റ്, അതിന് യാതൊരു സംശയവും വേണ്ട.
ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 നിബന്ധനകൾ ഉണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ നിങ്ങളുടെ ഏതെങ്കിലും വസ്തുവിനോ ബാധാദോഷമോ വാസ്തുദോഷമോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും കൺബേർ ദോഷം, മരണദോഷം, വിളിച്ചപേക്ഷാദോഷം എന്നൊക്കെ ഒരുപാട് ദോഷങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട്. അതുപോലെ എന്തെങ്കിലും ഉണ്ടെന്ന് സംശയിക്കുന്നു, അത് ഞാൻ അവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും നേരിട്ട് ഞാൻ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്തു തരാം. അതുപോലെ എന്നെ കാണാൻ ഒരുപാട് പേര് നേരിട്ട് വരുന്നുണ്ട്. അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് സമയം തരും. നിങ്ങൾക്ക് ഏത് ദിവസമാണ് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ആ ദിവസം ഒരു സമയം തരും. അതനുസരിച്ച് നിങ്ങൾ വരിക, നേരിട്ട് വന്ന് നമുക്ക് കണ്ട് സംസാരിക്കാം. പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരിഹരിച്ച് പോവുകയും ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.